ഇപ്പോൾ ഏകദേശം ഒരു 8 മാസത്തോളമായി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അവരൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചെറിയൊരു യൂട്യൂബ് ജേണിയാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യും. ഏകദേശം ഒരു 8 മാസത്തോളമായി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കാരണങ്ങളെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒന്നും കൂടി നല്ലൊരു യൂട്യൂബറായി മാറണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. അപ്പോൾ ആദ്യം എനിക്ക് 500 സബ് ആക്കണം എന്നായിരുന്നു. അങ്ങനെ ഞാൻ ഡെയിലി ഓരോ ഷോർട്സും അതുപോലെ ഓരോ ലോങ് വീഡിയോസ് ആദ്യം ഞാൻ ഡെയിലി ഇട്ടിരുന്നില്ല, ഇടയ്ക്കൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. പക്ഷേ ഡെയിലി ലോങ് വീഡിയോ ഇട്ടതിലെ കാര്യമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഷോർട്സിന് ഒരെണ്ണം വീതമായിരുന്നു ഡെയിലി ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് കുറച്ച് മാസങ്ങൾ കൊണ്ട്, ഒരു 5 മാസങ്ങൾ കൊണ്ടാണ് ഞാൻ 500 സബാക്കിയത്. പിന്നെ ഇപ്പോൾ കറൻ്റ്ലി 607 സബ്സ്ക്രൈബേഴ്സാണ് ആയിട്ടുള്ളത്. അപ്പം എൻ്റെ ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കണം എന്നാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2-3 ഷോർട്സ് വീതമാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അന്നേലാണ് നമുക്ക് സബ് കൂട്ടി വരാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏണിങ്സ് കിട്ടി തുടങ്ങിയെന്ന്. അപ്പോൾ ഏണിങ്സ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. യൂട്യൂബിൻ്റെ പുതിയ ക്രൈറ്റീരിയ പ്രകാരം 500 സബ്സ്ക്രൈബേഴ്സും അതുപോലെ 4000 വാച്ച് അവറും പിന്നെ 3 മില്യൺ വ്യൂസും 90 ഡേയ്സിനുള്ളിൽ, ഇതായിരുന്നു പുതിയ ക്രൈറ്റീരിയ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏണിങ്സ് കിട്ടി തുടങ്ങും. പക്ഷേ 500 സബ് മാത്രം പോരാ, വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടി കഴിഞ്ഞാലേ നമുക്ക് ഏണിങ്സ് കിട്ടി തുടങ്ങുള്ളൂ, മോണിറ്റൈസേഷൻ ആവുള്ളൂ ചാനൽ. ഇപ്പം എനിക്ക് ഏണിങ്സ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല, അതിലേക്ക് എത്തുന്നേ ഉള്ളൂ. അതിന് ഇനിയും കുറച്ച് കടമ്പകൾ ബാക്കിയുണ്ട്. എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിലുള്ളവരും വെച്ചാൽ എൻ്റെ അമ്മയും അച്ഛനൊക്കെ സപ്പോർട്ടാണ്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സും നല്ല സപ്പോർട്ടീവായിട്ട് തന്നെയുണ്ട്. അതുപോലെ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. ഇനിയും ഈ ജേണി തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ കുറച്ച് പേര് നെഗറ്റീവായിട്ടും പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.